10 വാക്യം 12 വാക്യം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ ഹോരേബിൽ വെച്ച് പെട്ടകത്തിൽ വെച്ചിരുന്ന 2 കൽപ്പലകയല്ലാതെ അതിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. 11 വാക്യത്തിൻ്റെ അവസാന ഭാഗം. എല്ലാവരും തങ്ങളെ വിശദീകരിച്ചിരുന്നു. 13 വാക്യം. കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവൻ്റെത് എന്നേക്കുമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. ഏഴാം അധ്യായം 1 വാക്യം. സലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. 3 വാക്യം. തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളെയൊക്കെയും കണ്ടപ്പോൾ അവർ കൽത്തളത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവൻ്റെത് എന്നേക്കുമുള്ളത് എന്ന് ചൊല്ലി സ്തുതിച്ചു. പിന്നെ രാജാവും സർവ്വജനവും യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു. 10 വാക്യത്തിൻ്റെ അവസാന ഭാഗം. സന്തോഷവും ആനന്ദവുമുള്ളവരായി അവരുടെ കൂടാരങ്ങളിലേക്ക് പറഞ്ഞയച്ചു. സന്തോഷവും ആനന്ദമുള്ളവരായി അവരുടെ കൂടാരങ്ങളിലേക്ക് പറഞ്ഞയച്ചു. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അങ്ങയുടെ മഹത്വമേറിയ ആലയത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ പുതിയ ദേവാലയത്തിൻ്റെ 5ാമത് വാർഷികം പ്രതിഷ്ഠാ ദിനം ഞങ്ങൾ കൊണ്ടാടുമ്പോൾ അങ്ങ് കഴിഞ്ഞ 5 വർഷമൊന്നും മാത്രമല്ല, ഈ പ്രദേശത്തൊരു സഭ സ്ഥാപിതമായ അന്നു മുതൽ ഇന്നു വരെ അങ്ങിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധമായ അനുഗ്രഹങ്ങൾക്കായി നന്മകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, അങ്ങേ ആരാധിപ്പാനായിട്ട് ഈ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ദേവാലയത്തിൻ്റെ, യെരുശലേം ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ എങ്ങനെയായിരുന്നു എന്ന് ഇന്ന് അവിടുത്തെ മഹത്വമേറിയ വചനങ്ങളിലൂടെ ഞങ്ങൾക്ക് വായിച്ചു കേൾക്കുവാൻ അങ്ങ് സഹായിച്ച കൃപയ്ക്കായി നന്ദിയുടെ സ്തോത്രം. ഇന്നും എക്കാലത്തും അങ്ങയുടെ ആലയം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള അതിശ്രേഷ്ഠമായ വചനങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായി നന്ദിയുടെ സ്തോത്രം. അത് ശ്രദ്ധയോടെ കേട്ട് വായിച്ച് മനസ്സിലാക്കി അങ്ങയുടെ ഇഷ്ടപ്രകാരം അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ, അങ്ങേക്ക് പ്രസാദ മക്കളായിരിക്കാനും സന്തോഷവും ആനന്ദമുള്ളവരായിരിക്കാനും ഞങ്ങളെ സഹായിക്കണം. പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ പെരുന്നാളിൽ കടന്നു വന്നതിന് ശേഷം തിരികെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങയുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സന്തോഷമുള്ളവരായി, ആനന്ദമുള്ളവരായി, ഹൃദയ സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. അടിങ്ങളുടെ കുറവുകളോ വീഴ്ചകളോ ഒന്നും കണക്കിടാതെ അങ്ങോട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമുള്ള അങ്ങ് മാത്രം എടുക്കണമേ. യേശുനാഥിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എത്രയും ബഹുമാനമുള്ള നമ്മുടെ വികാരി അച്ഛൻ, വിജയനച്ഛൻ, അതുപോലെ തന്നെ നമ്മുടെ എത്രയും സ്നേഹമുള്ള ഈപ്പനച്ഛൻ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഭാ ശുശ്രൂഷകർ, എത്രയും ബഹുമാനമുള്ള നമ്മുടെ രാജസാറ്, ആൻറ്റി, പ്രിയപ്പെട്ട കൊച്ചമ്മമാർ, സഭയുടെ ചുമതലക്കാരായ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, കപ്പിയാരച്ചൻ, വിവിധ സംഘടനകൾ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭാമക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള സ്നേഹവന്ദനവും അതോടൊപ്പം തന്നെ ഈ പുതിയ ദേവാലയത്തിൻ്റെ 5ാമത് വാർഷികം കൊണ്ടാടുമ്പോൾ വാർഷികത്തിന് എല്ലാവിധമായ ആശംസകളും നേരുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട് പ്രിയ രാജ് സാറിനായിട്ട് ഒരുമിച്ച് ഞങ്ങൾക്ക് ആരാധനയ്ക്ക് നിൽപ്പാൻ ഇടയാകുന്നതിൽ. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ സഭയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കുടുംബമാണ് അവരുടെ കുടുംബം. ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ ഈ പ്രദേശത്തെ ഈ സഭ എത്രത്തോളം മനോഹരമായി നിലനിൽക്കുവാനും അതുപോലെ തന്നെ ഇതിൻ്റെ പുരോഗതിയിൽ ഓരോ നാളും വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം വളരെ കൈയയച്ച് സഹായിക്കുകയും പലപ്പോഴും ഇവിടെ വന്ന് നമ്മുടെ ആരാധന സംബന്ധിക്കുകയും അത് നമുക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന്
ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുകയും മഹളയുടെ അധ്യക്ഷൻ എന്നുള്ള പേരിൽ പ്രത്യേകമുള്ള നന്ദിയും സ്നേഹവും അവരെ രണ്ടുപേരെയും അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സമ്പത്തുള്ള ആളുകൾ ധാരാളം നമ്മുടെ സഭകളിലുണ്ട്, CSI സഭയിലുണ്ട്. വലിയ ബിസിനസ്സുകാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാവരുമുണ്ട്. എന്നാൽ സഭയെ സ്നേഹിച്ച് അതിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരും അറിയരുത് അല്ലെങ്കിൽ അറിയപ്പെടാതെ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. അതിൽപ്പെടുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട സാറും ആൻറ്റി. അതുകൊണ്ട് ഞാൻ അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റും. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതിയിലും അതുപോലെ തന്നെ പാഴ്സനത്തിൻ്റെ നിർമ്മിതിയിലും ഒക്കെയും മറ്റ് ഇതിൻ്റെ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതിൽ സഭയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ അദ്ദേഹം എന്തെല്ലാം ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ് ചെയ്യുന്നത്. വായിച്ചു കേട്ട വേദഭാഗം ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഇന്ന് ഈ പെരുന്നാൾ ശുശ്രൂഷയിലേക്ക് എന്നെ വളരെ നേരത്തെ ക്ഷണിക്കുകയും അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെയും പറയുകയും ചെയ്ത പ്രിയപ്പെട്ട വികാരിയച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹസമയത്ത് അറിയിക്കുന്നു. അച്ഛൻ ഇവിടെ വന്നതിന് ശേഷം അച്ഛൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇവിടുത്തെ സഭയുടെ വിവിധങ്ങളായ കാര്യങ്ങളെക്കുറിച്ചും അച്ഛൻ നേരിട്ടും അല്ലാതെയൊക്കെയും വളരെ മനോഹരമായി പോകുന്നു എന്ന് കേൾക്കുന്നതിലും കാണുന്നതിലും അതിയായ സന്തോഷമുണ്ട്. ശുശ്രൂഷ അച്ഛൻ്റെ കൊച്ചമ്മയുടെയും മക്കളുടെയും ശുശ്രൂഷകാലം ഈ ഇടവയ്ക്കത് ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉപസഭകളിലെ പ്രിയപ്പെട്ട ശുശ്രൂഷകരും വന്നു ചേരുന്നുണ്ട്. ഇന്ന് ജില്ലാ ചെയർമാൻ സ്നേഹമുള്ള മത്തുക്കുട്ടി അച്ഛനും വന്നു ചേരും എന്ന് കരുതുന്നു. ആരാധനയ്ക്ക് ശേഷം അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യുന്നു. ഈ ഭാഗത്തു നിന്ന് പറയുമ്പോൾ നമ്മുടെ കിഴക്കൻ മേഖലയുടെ ഈ കിഴക്കൻ എൻഡാണ്, അറ്റമാണ് നമ്മുടെ കുമളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തേക്കടി എന്ന് പറയുന്നത് ആഗോള ടൂറിസം ഭൂപടത്തിൽ 1-ാം സ്ഥാനം എന്ന് പറയത്തക്ക രീതിയിൽ അത്രയും സ്ഥാനമുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതിൻ്റെ എൻട്രിയാണ് ഈ കുമളി എന്ന് പറയുന്നത്. ഇവിടെ ധാരാളം CSIക്കാരായ ആൾക്കാർ ഉണ്ട് എങ്കിലും ചിലർ CSI പള്ളി അന്വേഷിച്ച് എന്ത് ചെയ്യുന്നു വരുന്നു. അതെത്ര ചെറുതാണെങ്കിലും അവിടെ പോയി ആരാധിക്കുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നാഗർകോവിൽ പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കന്യാകുമാരി പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ തിരുനെൽവേലി പ്രദേശങ്ങളിൽ നിന്നൊക്കെയും ആൾക്കാർ വരുമ്പോൾ CSIക്കാരിൽ പലരും അവർ CSI സഭ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇല്ല എങ്കിൽ മാത്രമേ മറ്റ് ഏതെങ്കിലും ഒന്നെങ്കിൽ മർത്തോമ സഭയിലോ അതുപോലെ സഭയിൽ പോകത്തുള്ളൂ. CSI സഭ എത്ര ചെറുതാണേലും അവിടെ പോവുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നത് അത് ഞാൻ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കുന്നു. നമ്മുടെ മകളെ സംബന്ധിച്ച് വളരെ അനുഗ്രഹമായിരുന്നു. ഈ കുടുംബവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ മറ്റ് പലരും വിദേശത്തുള്ള ആൾക്കാരും നമ്മുടെ CSI സഭയുമായിട്ടുള്ള ആംഗ്ലിക്കൻ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട് ആരാധന സന്ദർഭമായിട്ട് കടന്നു വരുമ്പോൾ അവർ CSI സഭ അന്വേഷിക്കാറുണ്ട്. കാരണം ഇന്ത്യയിൽ CSI സഭയും അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിൽ, തെക്കേ ഇന്ത്യയിൽ CSI സഭയും വടക്കേ ഇന്ത്യയിൽ CNA സഭയുമാണ് ആംഗ്ലിക്കൻ പാരമ്പര്യത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ CMS എന്ന് പറയുന്ന ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന സഭകളിലൊക്കെയും ആംഗ്ലിക്കൻ പാരമ്പര്യത്തിലുള്ള ആരാധനയാണ് നടക്കുന്നത്. അതുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്ന പലരും ആരാധന സംബന്ധിപ്പാണ് താല്പര്യപ്പെടുമ്പോൾ നമുക്കിവിടെയും അങ്ങനെയുള്ള സാഹചര്യമുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ചിലരൊക്കെയും വരുന്നുണ്ട് എന്ന് കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. ഇത്തരത്തിലുള്ള ഇവിടെ വന്നു കഴിയുമ്പോൾ അത് മനോഹരമായി കാണുന്നതിലും അതിയായ സന്തോഷം അവർക്കൊണ്ട് ആരാധനയ്ക്കായിട്ട് കടന്നു വന്ന് തിരികെ പോകുന്നു. പലരും മറ്റ് ആലയങ്ങളിൽ പോകുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ആരാധനയ്ക്കായിട്ട് ദൈവസന്നിധി വരട്ടെ, ദൈവത്തെ ആരാധിക്കട്ടെ, ദൈവത്തെ അന്വേഷിച്ച് അവർ കടന്നു പോകട്ടെ, അവരും അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആംഗ്ലിക്കൻ രീതിയിലാണ് നമ്മുടെ ഈ ഒരു ചിട്ടപ്പെടുത്തൽ ഉള്ളത്. കൊയറിന് മനോഹരമായ കുപ്പായമുള്ളത്, യൂണിഫോം ഉള്ളത്, ഈ ആരാധന സെറ്റപ്പ് ഇങ്ങനെ ഈ മധുബഹ പ്രത്യേകമായി ഇങ്ങനെ തിരിച്ചിട്ടുള്ളത്, റെയിൽസ് ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ളത്, പ്രത്യേക പ്രസംഗപീഠങ്ങൾ ഉള്ളത്, അതുപോലെ തന്നെ പ്രത്യേകമായ വിരികളുള്ളത്, സീസൺ അനുസരിച്ചുള്ള വിരികളുള്ളത്, പ്രൊസഷനുള്ളത്, പ്രൊസഷൻ്റെ ക്രോസ് ഉള്ളത്, അത് നിൽക്കാനുള്ള ക്രമീകരണങ്ങളുള്ളത് എല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആരാധനയ്ക്ക് കൂടിയിട്ട് വരുന്ന ആൾക്കാർ അതുപോലെയുള്ളത് കൂടുമ്പോഴാണ് അവർക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവരിങ്ങനെയുള്ള സഭകൾ അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെറിയ സഭയാണെന്നോ പുതിയ പള്ളി ഉണ്ടാക്കിയിട്ട് 5 വർഷമായുള്ളെന്നോ ഒന്നും ഓർക്കേണ്ടതില്ല. എന്ത് ചെയ്തോളുക, നമ്മളത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടുപോവുക.
വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം വളരെ ക്രമമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ക്രമമായിട്ടും ചിട്ടയുമായിട്ടും അലങ്കോലമായിട്ട് എന്ത് ചെയ്തില്ല, ഒന്നുമേ ചെയ്തതായിട്ട് കാണുന്നില്ല. എല്ലാം വളരെ നേരത്തെ തന്നെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം എവിടുന്നാ വരുന്നേ? എവിടുന്നാ വന്നത്? അല്ലേ, എവിടുന്നാ വന്നേ? ദൈവത്തിൽ നിന്ന്. നമ്മൾ ദേവാലയ പ്രതിഷ്ഠയെക്കുറിച്ചാണ് ഇന്ന് വായിച്ചു, 1-ാം പാഠം വായിച്ച് കേട്ടതല്ലേ. ഞാൻ രണ്ടാമത് ഇപ്പോൾ എടുത്തു പറഞ്ഞതും അതുതന്നെയാണ് ഒന്നോട് എടുത്ത് പറഞ്ഞിരിക്കുന്നത് മാത്രമുള്ളൂ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതും ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഇത് തന്നെ, ദേവാലയ പ്രതിഷ്ഠയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒരേ ഭാഗം തന്നെ 2 പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമുള്ളൂ. അവിടെ എല്ലാം നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ കാണാൻ സാധിക്കും, എല്ലാം ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് എന്ത് ചെയ്തത് അവിടെ വന്നത്. അവിടെ അല്ലാതെ വേറെ ആരുടെയും ഇഷ്ടമനുസരിച്ച് പോയിരുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. ദേവാലയത്തിൽ വരുന്നവർ ഇതുപോലുള്ള പ്രതിഷ്ഠാദിനങ്ങളിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ആരാധനയിൽ ഉണ്ടോ, ആരാധകരിൽ ഉണ്ടോ എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാനവിടെ ആരാധനവാക്യങ്ങൾ വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അതിൻ്റെ അകത്ത് 2 ദിനവൃത്താന്തങ്ങൾ 5-ാം അധ്യായം അതിൻ്റെ 12-ാം ഭാഗത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത്, എല്ലാവരും തങ്ങളെ തന്നെ എന്ത് ചെയ്തിരുന്നു? വിശുദ്ധീകരിച്ചിരുന്നു. എല്ലാവരും തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിരുന്നു. ഒന്നാമത്തെ സ്ഥാനം അതിനാണ്, വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം എന്ത് മാനദണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയ വിശുദ്ധീകരണം? എന്താണ് വിശുദ്ധീകരണത്തിൻ്റെ മാനദണ്ഡം? മാനദണ്ഡം വേറെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ മാനദണ്ഡമാണ്. അത് കൽപ്പനകളിലാണ് നമുക്ക് കാണാൻ സാധിക്കും. അതിന് മുമ്പ് നമ്മൾ വായിക്കുമ്പോൾ കൽപ്പനകളുണ്ട്. കൽപ്പനകൾ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? മാനദണ്ഡം, വിശുദ്ധിയുടെ മാനദണ്ഡം. കൽപ്പന പൂർണ്ണമായിട്ടും അനുസരിച്ചാൽ എന്തായി? അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവനായി. കൽപ്പന ഒന്ന് തെറ്റിച്ചാൽ എന്തായി? അവൻ അശുദ്ധനായി. കൽപ്പന ലംഘിക്കുന്നത് അശുദ്ധി, കൽപ്പന അനുസരിക്കുന്നത് വിശുദ്ധി. ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കുന്നത് വിശുദ്ധി, ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കാതിരിക്കുന്നത് അശുദ്ധി. അത് മാത്രമേ ഉള്ളൂ. അതനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ? അതനുസരിച്ച് വേണം ദേവാലയത്തിലേക്ക് ഇങ്ങോട്ട് വരാനായിട്ട്, അല്ലേ? അതാണ് അതിൻ്റെ പ്രത്യേകത. അതിവിടെ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രതിഷ്ഠാദിന പെരുന്നാളുകളിൽ വായിക്കാനായിട്ട് പ്രത്യേകമായി മാറ്റി വെച്ചിരിക്കുന്ന വേദഭാഗങ്ങളാണ് യെരുശലേം ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയും അതിൻ്റെ ആരാധനകളെല്ലാം എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഞാൻ കപ്പേരച്ചനാണ്, നമ്മുടെ ഈ ബയറൊക്കെ കുത്തിയത് കപ്പേരച്ചനാണ്. ആരാധനയിടയ്ക്ക് അങ്ങോട്ടും പോയപ്പോൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, കൃപാമൊഴികൾ പറയുമ്പോൾ അബ്സൊല്യൂഷൻ പറയുമ്പോൾ എന്ത് ചെയ്യരുത്? അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ ഓടി നടക്കാൻ പാടില്ല. വിശുദ്ധ അപ്പവീഞ്ഞുകളെടുത്ത് വാഴ്ത്തുമ്പോൾ അത് പ്രഖ്യാപിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? അതിന് മുന്നേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ഓടി നടക്കാൻ പാടില്ല. കാരണം ഏറ്റവും പ്രധാനം യേശുവിൻ്റെ ശരീരമാണ് നമ്മളിവിടെ ഉയർത്തുന്നത്. അപ്പോൾ അതിനെ അലക്ഷ്യമാക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത്? അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. അതാണ് അതിൻ്റെ കാര്യം. ഒരുപക്ഷെ ദാനിയേൽ തിരുമേനി ഉള്ളപ്പോൾ തിരുമേനി ആ കാര്യം എന്ത് ചെയ്യുന്നു? ശുശ്രൂഷ എടുക്കുമ്പോൾ പറയുന്നത് ശ്രദ്ധിക്കാറുണ്ട്. ഒരാളെ എന്ത് ചെയ്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട്. ദാനിയേൽ തിരുമേനി മാത്രമല്ല, അങ്ങനെ ആൾക്കാരും അങ്ങനെ സമ്മതിക്കില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. അത് അലക്ഷ്യമാക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് ഈ കർത്തൃമേശയ്ക്ക് ചുറ്റും അതിന് ഈ മുൻവശത്ത് നിന്ന് എന്ത് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എന്ന് പറഞ്ഞാൽ, നമ്മൾ കോടതിയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, കോടതിയിൽ അവിടെ ജഡ്ജാണ് അവിടെ ഇരിക്കുന്നത്, അല്ലേ? ജഡ്ജിൻ്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുമോ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അല്ലാതൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഡോക്യുമെൻ്ററി ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ, അതിലെങ്ങാനും പോയെങ്കിൽ എന്ത് ചെയ്യും? അന്നേരം ഒന്ന് വണങ്ങിയിട്ടേ പോകാൻ പറ്റും. ഇല്ലെങ്കിൽ അന്നേരം അവരെ പിടിച്ച് ജയിലിടാനുള്ള വകുപ്പ് അവിടെ ഉണ്ട്. ജഡ്ജിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവഗണിച്ച് പോകാനായിട്ട് പറ്റത്തില്ല. അതാണ് ജഡ്ജിനേക്കാളും വലിയ ജഡ്ജ് എന്ത് ചെയ്യുന്നു? ഇവിടെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? അലക്ഷ്യമായി പോകരുതെന്നാണ് നമ്മുടെ ആരാധനയുടെ ഒരു പാരമ്പര്യം. അതിനാണ് ഈ സംവിധാനമെല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്. മറന്നു പോകരുത്. പ്രൊസഷൻ വരുമ്പോൾ ആദ്യം എന്താണ് വരുന്നത്? കുരിശിൻ്റെ തൊട്ടുപുറകിൽ എന്താണ് വരുന്നത്? വിശുദ്ധ വേദപുസ്തകം. കുരിശ് ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ പുറകിലാണ് എന്ത് വരുന്നത്? സാധാരണ സാധാരണ ആരാധന ഇപ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കൊയർ വരുന്നു. കൊയർ എങ്ങനെയാണ് വരുന്നത്? 2 ലൈനായിട്ടാണ് വരുന്നത്. നേരെ പുറകിൽ നിൽക്കുന്നില്ല.
വചനത്തിന് നേരെ പുറകിൽ എന്ത് ചെയ്യുന്നില്ല, നിൽക്കുന്നില്ല. അകലമാണെങ്കിലും നേരെ പുറകിൽ നിൽക്കുന്നില്ല. കാരണം വചനം കഴിഞ്ഞ് കുരിശ് കഴിഞ്ഞ് വചനം ഒന്നെങ്കിൽ കുരിശിൻ്റെ തൊട്ട് പുറകെ നിൽക്കാം, അല്ലെങ്കിൽ കൊയറിൻ്റെ ബാക്കി നിൽക്കുമ്പോൾ വചനം എവിടെയായിട്ട് നിൽക്കുന്നു, നടുക്ക് നിൽക്കുന്നു. തൊട്ട് പുറകിൽ പിന്നെ വരുന്നത് അപ്പവീഞ്ഞുകളാണ്, ശരീരമാണ്. അതാണ് ഏറ്റവും പ്രധാനം. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ആരാധനപരമായ കാര്യങ്ങൾ ഉണ്ട്. അതെല്ലാം വെറുതെ ഇങ്ങനെ രസത്തിന് വേണ്ടി വെച്ചേക്കുന്നതല്ല. അതിനെല്ലാം എന്തുണ്ട്, അതിനെല്ലാം അർത്ഥമുണ്ട്. അതറിഞ്ഞ് വേണം എന്ത് ചെയ്യാനായിട്ട് നമ്മൾ ദൈവാരാധനയിൽ പങ്കെടുക്കാൻ. അപ്പം അങ്ങനെ വരുമ്പോൾ അത് അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇതാരാ ചെയ്യേണ്ടതാരാ? വിശുദ്ധീകരിക്കപ്പെട്ടവരല്ലേ. നമ്മളിങ്ങനെ ആരാധനയ്ക്ക് ഇങ്ങനെ നടന്ന് വരുമ്പോൾ വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ചകളിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും നമ്മൾ ഈ രീതിയിൽ കടന്നു വന്നതിന് ശേഷം വീണ്ടും നമ്മളെ തന്നെ ശോധന ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളെ തന്നെ ശോധന ചെയ്യുന്ന എപ്പോഴാണ്? ശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശോധിക്കുന്ന എപ്പോഴാണ്? നമ്മുടെ വിശുദ്ധിയെക്കുറിച്ച് പരിശോധിക്കുന്ന എപ്പോഴാണ്? വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ചകളിൽ, വിശുദ്ധ സംസർഗത്തിന് മുമ്പ്, ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, കൃപാമൊഴികൾ പറയുന്നുണ്ട് അല്ലേ, പാപം ഏറ്റു പറയുന്നുണ്ട് അല്ലേ, പാപം ഏറ്റു പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നടക്കുന്നുണ്ട്. അതെന്താണ്? പാപം ഏറ്റു പറയുന്നതിന് മുമ്പ് ഒരു കാര്യമുള്ളത് പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണത്? പാപമേറ്റ് പറച്ചിൽ പ്രാർത്ഥനയ്ക്ക് മുമ്പ് എന്താ? പുസ്തകമൊന്നും നോക്കരുത്, വേറെ കാര്യം പറയാമോ? കൽപ്പന വായിക്കും. കൽപ്പനയുടെ ചുരുക്കമോ വായിക്കും. കൽപ്പനയുടെ ചുരുക്കമോ വായിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? പാപമേറ്റ് പറയാമെന്ന് പറയുന്നത്. പാപമേറ്റ് പറഞ്ഞതിന് ശേഷമാണ് ഒരുത്തൻ പാപമേറ്റ് പറഞ്ഞാൽ ക്ഷമിക്കും എന്ന് പറഞ്ഞ് പാപമോചന അറിയിപ്പ് എന്ത് ചെയ്യുന്നത്? പുരോഹിതൻ നൽകുന്നത്. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? വചനവും ശുശ്രൂഷയും ബാക്കി അർപ്പണങ്ങളും കാര്യങ്ങളും വരുന്നതും വിശുദ്ധ ശുശ്രൂഷയെ നമ്മൾ കടന്നു വരുന്നു. ഓക്കെ, എന്തിനാണ് പാപമേറ്റ് പറയുന്നതിന് മുമ്പ് കൽപ്പന വായിക്കുന്നത്? നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് എന്താണ്? കർത്താവേ, എൻ്റെ എല്ലാ കുറവും വീഴ്ചയും ക്ഷമിക്കണം. പൊതുവായിട്ടുള്ള പ്രാർത്ഥന അല്ലേ. എന്താ എല്ലാ പാപവും കുറവും? അത് നമുക്കറിയത്തില്ല അല്ലേ. ഒറ്റ പ്രാർത്ഥന അതിൻ്റെ അകത്തുണ്ട്, പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. ചെയ്യരുതാത്ത ചെയ്തു പോയി, ചെയ്യേണ്ടത് ചെയ്തുമില്ല, തീർന്നു. അതുകൊണ്ട് എല്ലാം എന്ത് ചെയ്യണം? മാപ്പാക്കണമേ കർത്താവേ അല്ലേ. ചെയ്യരുതാത്ത ചെയ്തു പോയി, ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല, അതാണ് കുറവ് അല്ലേ. അതും ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുന്ന ആൾക്കാർ പറയുന്നില്ല, അങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ആരാധനയ്ക്ക് പോയായിട്ട് നമുക്കൊരു സന്തോഷമൊന്നും തോന്നുന്നുമില്ല. നമ്മൾ എങ്ങനെ മാനസികമായുള്ള ദുഃഖത്തോടെ വന്നോ അതിനേക്കാൾ ദുഃഖമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ പോവുകയാണ്. ശ്രദ്ധിച്ചോണം. എങ്ങനെ നമ്മൾ ദുഃഖത്തോടെ, പ്രയാസത്തോടെ, അസന്തോഷത്തോടെ, അസമാധാനത്തോടെ വന്നോ നമ്മൾ ഈ രീതിയിൽ പോകുന്നതുകൊണ്ട്, മനഃപൂർവ്വമായൊന്നും ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അതേ രീതിയിൽ തന്നെ നമ്മൾ മടങ്ങിപ്പോവുകയാണ്. അതേ അസന്തോഷത്തോടെ നമ്മൾ ചെല്ലുകയാണ്. അതേ ഹൃദയ സമാധാനമില്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്? ഭവനങ്ങളിലേക്ക് ചെന്ന് കയറുകയാണ്. അതുകൊണ്ടാണ് പള്ളി കഴിഞ്ഞ് ചെന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പഴയ സ്വഭാവക്കാർ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെ സംഭവിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ വായിച്ചൊരു പക്ഷേ ശ്രദ്ധിച്ച് കാണും, അവർ പള്ളിപ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ പോയി എന്നാണ് വായിച്ചത്? നിങ്ങൾ ശ്രദ്ധിച്ചോ? സന്തോഷവും ആനന്ദമുള്ളവരായി അവർ അവരുടെ കൂടാരങ്ങളിലേക്ക്, വീട്ടിലേക്ക് പോയി. ദേവാലയ പ്രതിഷ്ഠ കഴിഞ്ഞ് ഏതാണ്ട് 2 ആഴ്ചയോളം, 14 ദിവസത്തോളം ഉത്സവം ആചരിച്ചതിന് ശേഷം 15-ാം ദിവസം എന്ത് ചെയ്തു? അവർ ഭവനങ്ങളിലേക്ക് പോയപ്പോൾ അവർക്ക് ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വളരെ തിടുക്കത്തോടെ വരുന്നു, വളരെ തിടുക്കത്തോടെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ സമാധാനത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഒരു സമാധാനമില്ല അല്ലേ. സമാധാനമില്ല പൂവിൽ അനുദിനം നിലവിളി എന്ന് പാട്ടൊക്കെ പാടാം. വളരെ ശരിയാണ്, ഒരു സമാധാനമില്ല. സമാധാനമില്ലാതെ ഇവിടെ ഇരുന്നിട്ട് അസമാധാനത്തോടെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ പോവുകയാണ്. പക്ഷെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇവർക്ക് ഈ സമാധാന സന്തോഷം കൊണ്ട് എങ്ങനെയാണ്? അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യം വായിച്ച ഭാഗത്ത്, അവർ തങ്ങളെ തന്നെ എന്ത് ചെയ്തിരുന്നു? വിശുദ്ധീകരിച്ചിരുന്നു. തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിരുന്നു. ദൈവാരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖമുദ്ര എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധീകരണമാണ്. അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിരുന്നു. വിശുദ്ധീകരിച്ചിരുന്നുകൊണ്ട് എന്ത് ചെയ്തു? അവർ ദൈവമേ നിന്റെ ദയ എത്രയും നല്ലത്, നീ നല്ലവൻ എന്ന് പറഞ്ഞ് പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം അവിടെ പ്രത്യക്ഷമായെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ
പ്രത്യക്ഷതയുടെ ദൃശ്യം എന്ന് പറയുന്നത് പുക കൊണ്ട് നിറഞ്ഞു എന്നാണ്, മേഘം കൊണ്ട് ആലയം നിറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ ശുദ്ധിയുള്ള ഹൃദയത്തോടെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ, ദൈവമേ നീ നല്ലവൻ എന്ന് അവർ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. അവരെ സന്തോഷമുള്ളവരാക്കി. അവർ സന്തോഷമുള്ളവരായി എന്ത് ചെയ്തു? ആനന്ദമുള്ളവരായിട്ട് എന്ത് ചെയ്തു? മടങ്ങിപ്പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ പെരുന്നാളുകളിലും ഓരോ ആരാധനയും സംഭവിക്കേണ്ട കാര്യമായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവസേനയിൽ വന്നിട്ട് എങ്ങനെ പോകരുത്? നിരാശയോടെ പോകാനായിട്ട് ഇടയായിത്തീരും. ദൈവസേനയിൽ വന്നവരാരും എന്ത് ചെയ്തിട്ടില്ല? നിരാശയോടെ പോയിട്ടില്ല. ദൈവ സാന്നിധ്യ ബോധം ഉണ്ടായിരിക്കണം. നമ്മൾ ദൈവസേനയിൽ വന്നതെന്ന് നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം, അല്ലേ? നമ്മളിവിടെ കയറി വരുമ്പോൾ നമ്മൾ എവിടെയാണ് വന്നതെന്നൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം, അല്ലേ? അത് ഞാൻ വെറുതെ പറയുന്നതല്ല, അത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 15-ാം വാക്യം പ്രകാരം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. സൊലൊമോൻ രാജാവ് പറഞ്ഞു, ദൈവമേ ഈ ആലയം വിശുദ്ധീകരിക്കണം, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ പ്രാർത്ഥന നീ കേൾക്കണം എന്തൊക്കെയും പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവർ പോയതിനു ശേഷം ദൈവം നേരിട്ട് പ്രത്യക്ഷനായി സൊലൊമോനോട് അരുളി ചെയ്യുന്ന വചനങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സൊലൊമോന്റെ നിന്റെ പ്രാർത്ഥന പോലെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഞാൻ ഈ ആലയം വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഇവിടെ വന്ന് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ എന്ത് ചെയ്യും? അത് ഞാൻ കേൾക്കും. നമ്മളിവിടെ കടന്നു വരുന്നവർ എത്ര പേർക്കുണ്ട് ആ വിശ്വാസം? ദൈവത്തിൻ്റെ സന്നിധിയിലാണ് വന്നതെന്നും ദൈവത്തിൻ്റെ ദൃഷ്ടിയും ദൈവത്തിൻ്റെ കണ്ണും ഇവിടെ ഉണ്ട്, ദൈവത്തിൻ്റെ ഹൃദയം ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിവിടെ വന്ന് പറയുന്നത് മാത്രമല്ല, ഞാൻ എൻ്റെ ഹൃദയത്തെ നിരൂപിക്കുന്ന പോലും ഇവിടുത്തെ ദൈവം അത് കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവർക്ക് ആർക്കും ഭയം കൂടാതെ എന്ത് ചെയ്തില്ലേ ദേവാലയത്തിൽ വരുവാൻ സാധ്യമല്ല. അവിടെ വന്ന് ദൈവമേ എന്ന് പറഞ്ഞതിന് ശേഷമേ, കരുണയുണ്ടാകണമേ എന്ന് വന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവർക്ക് ദേവാലയത്തിൽ വരുവാൻ സാധിക്കും. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകുന്നവർ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. അവർക്ക് ജീവിതത്തിൽ അവർ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അവർ ദൈവം ശക്തിയിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആദ്യം ഞാൻ വായിച്ചപ്പോൾ ഒരു വാക്യം വായിച്ചിരുന്നു. ആ വാക്യം ഇപ്രകാരമാണ് പറഞ്ഞത്: ദേവാലയ പ്രതിഷ്ഠയിൽ അവിടെ ദൈവത്തിൻ്റെ നിയമപ്പെട്ടവ എന്ത് ചെയ്തു? നിയമപ്പെട്ട അവിടെ കൊണ്ടുവന്നിട്ട് ഒരു പക്ഷേ നിങ്ങൾ സമയം കിട്ടുമ്പോൾ രാജകുമാരൻ 1-ാം പുസ്തകം ഇന്ന് പാഠമായിട്ട് വായിച്ച അധ്യായത്തിലെ 8-ാം അധ്യായമാണ് വായിച്ചത്. 7-ഉം അതുപോലെ 6-ഉം 5-ഉം ഒക്കെ വായിച്ചു നോക്കുക. ദിനവൃത്താന്തങ്ങൾ 2-ാം പുസ്തകം 4 മുതലുള്ള അധ്യായങ്ങൾ വായിച്ചു നോക്കുക. അവിടെ എങ്ങനെയാണ് ദേവാലയം പ്രതിഷ്ഠിച്ചപ്പോൾ ആ കാര്യങ്ങൾ ചെയ്തതെന്ന് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കൃപാസനമാണ്. കൃപാസനത്തിൽ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകമാണ് വെച്ചിരിക്കുന്നത്. പെട്ടകം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെട്ടിയാണ്, അല്ലേ? നമ്മളവിടെ കാണാൻ സാധിക്കും. വളരെ വിശേഷപ്പെട്ട പെട്ടിയാണ്. ദൈവം പറഞ്ഞ അളവിൽ അത് പണിതിരിക്കുന്നതാണ്. ദൈവം പറഞ്ഞതുപോലെ അതിന് പൊന്നക്കയും പൊതിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വെച്ചിരുന്ന സാധനം എന്താണ്? അതായത് അതിവിശുദ്ധമായ ആലയത്തിനെ കുറിച്ച് പറയുന്നത് അത് മുഴുവനും പൊന്നും രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ചിരുന്നു. ആലയം എങ്ങനെ അലങ്കരിച്ചിരുന്നു? പൊന്നും രത്നവും കൊണ്ട് അലങ്കരിച്ചിരുന്നു. അത്രയും മഹത്വമേറിയ ആലയം അതിന് മുമ്പോ അതിന് ശേഷമോ എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലേ? അപ്പോൾ അതിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്തിരിക്കുന്ന കൃപാസനത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ആ കൃപാസനത്തിൽ കെരുവുകൾ മൂടി നിൽക്കുന്ന അവിടെ അതിൻ്റെ ആ കൃപാസനത്തിൽ ഇരിക്കുന്ന എന്താണ്? ഒരു പെട്ടകമാണ്, പെട്ടിയാണ്. അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന എന്താണ്? ഇപ്പോൾ വായിച്ച് ഞാൻ ആദ്യം വാക്യങ്ങൾ വായിച്ചപ്പോൾ എന്ത് പറഞ്ഞു? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ആ പെട്ടകത്തിന് എന്തായിരുന്നു അകത്തുണ്ടായിരുന്ന എന്തായിരുന്നു? കേട്ടായിരുന്നോ? ശ്രദ്ധിച്ചായിരുന്നോ? അല്ലെങ്കിൽ ഞാനിപ്പം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പെട്ടിക്കുള്ളിൽ, പെട്ടകത്തിനുള്ളിൽ എന്താണ്? മോശ ഇസ്രായേൽ മക്കൾക്ക് നൽകിയ, അല്ലെങ്കിൽ ദൈവം മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് നൽകിയ, ദൈവം തൻ്റെ കൈകൊണ്ട് എഴുതിയ കൽപ്പലക 2 മാത്രമേ ഉണ്ടായിരുന്നു. വേറെ ഒന്നും അവിടെ ഉണ്ടായില്ല. അപ്പം ആരാധനയുടെ ആലയത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾ CSI ആരാധനകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ അതിൻ്റെ അകത്ത് പറയുന്നത്
CSI സഭ വചനത്തിനാണ് ഒന്നാം സ്ഥാനം നൽകുന്നത്. വചനത്തിനാണ് ഒന്നാം സ്ഥാനം നൽകുന്നത്. ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞാൽ ആരാധനാലയത്തിൽ നമ്മൾ വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് കാണും. ഇവിടങ്ങളിൽ അതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഇതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഈ പ്രസംഗപീഠമാണ്. ഏറ്റവും ഉയർന്നത് ഏതായിരിക്കും? പ്രസംഗപീഠമാണ്. കാരണം ആ കർത്തൃമേശയേക്കാൾ ഉയർന്നു വരും. അളവ് നോക്കിയാൽ ഇവിടെ നിന്നാണ് അതിശ്രേഷ്ഠമായ വചനം എന്ത് ചെയ്യുന്നത്? പ്രഘോഷിക്കപ്പെടുന്നത്. ഇവിടെ ഒരു പുസ്തകം വെച്ചിരിക്കും. ഇവിടെ ഇപ്പോൾ അത് കാണുന്നില്ല, അങ്ങനെയുള്ളതാണ്. ഒരു വേദപുസ്തകം ഇവിടെ വെച്ചിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സഭ വചനത്തിന്, ദൈവവചനത്തിന് എന്ത് ചെയ്യുന്നു? ഒന്നാം സ്ഥാനം നൽകുന്നു. സാധാരണ ഇതിൽ ആൾക്കാർ ഓർക്കും ഈ വിരി പറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു വെയിറ്റ് വെച്ചിരിക്കുന്നതാണ് പുസ്തകം എന്നാണ് വിചാരം. അതങ്ങനെ വെക്കുന്നതല്ല. വചനത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നതാണ് അടയാളം. പുൽപ്പറ്റിന് മുകളിൽ ഒരു പുസ്തകം, അച്ഛന്മാർക്ക് വായിക്കാനുമുള്ള പുസ്തകമൊന്നുമല്ല അത് നോക്കി വായിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം എന്ന് പറയുന്നത് വചനത്തിനാണ് ഒന്നാം സ്ഥാനം. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ ഇതുപോലെ പ്രസംഗപീഠം കാണത്തില്ല, എങ്കിലും കർത്തൃമേശയെ കാണൊരു പുസ്തകം വെച്ചിരിക്കും. ഇവിടെ കൊണ്ടിരുന്ന പുസ്തകം അല്ലാതെ ഒരു പുസ്തകം അവിടെ വെച്ചിരിക്കും. ചിലയിടങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഈ ഗാനപീഠത്തിൽ ഒരു പുസ്തകം വെച്ചിരിക്കും. സാധാരണ വായിക്കുന്ന പുസ്തകമല്ല, ചില വായിക്കുന്ന പുസ്തകം വെക്കും. അർത്ഥം ഇതാണ്: ഒന്നാം സ്ഥാനം ഏതിനാണ്? ദൈവത്തിൻ്റെ വചനത്തിനാണ്. യെരുശലേം ദേവാലയത്തിലെ ആദ്യം പണിത ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം എന്തായിരുന്നു? ഈ കൃപാസനത്തിൽ പെട്ടകത്തിനുള്ളിൽ എന്താ വെച്ചിരുന്നത്? ദൈവത്തിൻ്റെ വചന കൽപ്പനകൾ മാത്രമായിരുന്നു, അല്ലേ? ഇവിടെ നമ്മൾ ഇതിന് 2 ചരടൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചാൽ പിന്നെ ഇത് പോകത്തില്ല. അതുകൊണ്ട് വേദോസോടെ വെക്കേണ്ടെന്ന് എന്ത് ചെയ്യും? ചില ആൾക്കാർ ചിലപ്പോൾ ഓർക്കുമായിരിക്കും. അതല്ല അതിൻ്റെ സാരം. ഇവിടെ പുസ്തകം വെക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആത്മീയർത്ഥം എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ദൈവവചനത്തിനാണ് പ്രധാനം. ഓക്കെ, അപ്പം ആ ദൈവവചനമാണ് അവിടെ വെച്ചിരുന്നത്. അതിൻ്റെ അകത്ത് കൽപ്പനകളാണ് വെച്ചിരുന്നത്. ആ കൽപ്പനകൾക്കനുസരിച്ച് ആരാധനയ്ക്ക് വന്ന പുരോഹിതന്മാരെല്ലാവരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിരുന്നു എന്നാണ് തൊട്ട് താഴെ വായിക്കുന്നത്. ശുദ്ധീകരണത്തിൻ്റെ മാനദണ്ഡം എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്, അല്ലെങ്കിൽ കൽപ്പനയാണ്. നമ്മൾ ആരാധനയിൽ, വിശുദ്ധ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശരീരം കൈക്കൊള്ളാൻ വരുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ. കൽപ്പന വായിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? അല്പസമയം മൗനമായിട്ടിരുന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ അന്ന് ചെയ്ത മുഴുവൻ തെറ്റുകളൊന്നും ഓർക്കേണ്ട കാര്യമില്ല, അല്ലേ? കൽപ്പന വായിക്കുമ്പോൾ ഓർത്തിച്ചാൽ മതി. അപ്പനെയും ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകാൻ. കൽപ്പന ഒന്നോ. നമ്മൾ വഴിയെ പോയപ്പോൾ എവിടെയെങ്കിലും പോയി തലകുനിക്കുകയോ നേർച്ചയിടുകയോ തിരികെ എത്തിക്കുകയോ കിഴി കൊടുക്കുകയോ ഒക്കെ ചെയ്തെങ്കിൽ അതെല്ലാം എന്തു തന്നെയാണ്? അന്യാരാധനയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദൈവമേ മാപ്പാക്കണമെന്ന് അവിടെ മുട്ടുകുത്തി അന്നേരം തന്നെ പറഞ്ഞോണം. അതാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അപ്പൻ നമ്മുടെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയിട്ട് കൊണ്ട് വന്നാൽ കൽപ്പന വായിക്കുന്നത് എന്ത്? എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അന്നേരം അവിടെ മുട്ടുകുത്തി പറഞ്ഞോണം, ദൈവമേ ക്ഷമിക്കണം, ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരോട് കയർത്ത് സംസാരിച്ചു, മോശമായി സംസാരിച്ചു, അവർക്ക് ദോഷമായി ചെയ്തു, ദൈവമേ ക്ഷമിക്കണം. അതാണ് ഏറ്റുപറച്ചിൽ. കള്ളസാക്ഷ്യം പറയരുത്, കള്ളം പറയരുത്, മോഹിക്കരുത്, മോഷ്ടിക്കരുത്. എന്നാൽ ഒന്നാം തരം മോഷണം നടത്തിയിട്ട് ഇവിടെ വന്ന് അന്നേരമാണ് കൽപ്പന വായിക്കപ്പെടുന്നത്. എന്താണ്? മോഷ്ടിക്കരുത്. അന്നേരം ഏറ്റു പറഞ്ഞോണം, ദൈവമേ ഞാൻ ചെയ്ത മോഷണം, എൻ്റെ മോഹം, എൻ്റെ പാപം, അങ്ങനെ എന്തെല്ലാം പാപങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അത് അന്നേരം ഓർത്ത് ക്ഷമിക്കാൻ വേണ്ടിയാണ് കൽപ്പന വായിക്കപ്പെടുന്നത്. അല്ല ചുമ്മാ എല്ലാ പാപവും ക്ഷമിക്കണം എന്നല്ല പറയേണ്ടത് എന്ന് മറന്നു പോകരുത്. അതിന് എണ്ണി എന്ത് ചെയ്യുന്നു? അവിടെ പറഞ്ഞിരിക്കും. സ്നേഹമാണ് അതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് കൽപ്പന ചുരുക്കി പറഞ്ഞപ്പോൾ കർത്താവ് ആ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. സ്നേഹത്തിൻ്റെ പ്രമാണത്തിന് വിരുദ്ധമായി നമ്മൾ ഏതെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവ ഏറ്റുപറയേണ്ട സമയമാണ്. അതിന് അങ്ങനെ ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, വചനത്തിൽ നിന്ന് ചില വചനങ്ങൾ വായിച്ചതിന് ശേഷം മനഃപൂർവ്വമായി പാപങ്ങൾ ഏറ്റുപറയുന്നതിനോട് ദൈവം ക്ഷമിക്കും എന്ന് പറയും. അതാണ് പാപമോചന അറിയിപ്പ് എന്ന് പറയും. അതിനുശേഷമാണ് ആരാധനയുടെ മറ്റ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ദൃശ്യമായ ഒന്നാമത്തെ ആലയം പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ ഇതെല്ലാം അങ്ങനെ തന്നെ ദൈവം പറഞ്ഞ അതേ രീതി തന്നെ എന്ത് ചെയ്യുന്നു? ചെയ്തിരുന്നാട്ടൊക്കെ കാണാൻ സാധിക്കും. അന്നത്തെ ദൈവത്തെ തന്നെയാണോ നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്? ആയിരിക്കുമോ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അന്ന് ഇസ്രായേൽ മക്കൾ ആരാധിച്ച ദൈവത്തെ തന്നെയാണോ നമ്മൾ ആരാധിക്കുന്നത്? ആണോ അല്ലേ? കേട്ടില്ല? ആണെന്ന് പറയുന്നു. പിന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ ആരെ ആരാധിക്കുന്ന പോലും നമുക്ക് പലപ്പോഴും അറിയുന്നില്ല.
ആൾക്കാർ പഴയ നിയമം നമുക്ക് പുതിയ നിയമം, നമ്മൾ പുതിയ നിയമം ഇസ്രായേലാണ്, അതുകൊണ്ട് പുതിയ നിയമം മതി എന്ന് പറയും. പക്ഷേ പഴയ നിയമം ഇല്ലാതെ എന്തില്ല? പുതിയ നിയമം ഇല്ല എന്ന് മറന്നു പോകും. അത് ത്യജിക്കരുത് എന്ന് ചെയ്തിരിക്കുന്നു. ഇത് ചെയ്യണം, അത് ത്യജിക്കും വരെ. ഏത് കൽപ്പനകൾ ത്യജിക്കരുത്, ഇത് ചെയ്യണം. കർത്താവ് പറഞ്ഞ കാര്യമാണ്. അതേ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ആരാധിച്ച അതേ ദൈവത്തെ തന്നെയാണ് യേശുക്രിസ്തു മുഖാന്തരം നാം ആരാധിക്കുന്നത്. മറന്നു പോകരുത്. പഴയ നിയമത്തിൽ കാണുന്ന യഹോവയാകുന്ന ദൈവത്തെ തന്നെയാണ് യേശുക്രിസ്തു മുഖാന്തരം നാം ഇന്ന് ആരാധിക്കുന്നത്. പഴയ നിയമത്തിൽ കാണുന്ന പിതാവായ ദൈവത്തെ തന്നെയാണ് ഇന്ന് നമ്മൾ പുത്രനായ ദൈവത്തിലൂടെ യേശുക്രിസ്തുവിലൂടെ നമ്മൾ ആരാധിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ഈ പിതാവിൻ്റെ അടുത്ത് നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. യഹോവയാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലണമെങ്കിൽ നമുക്ക് ഈ പുത്രനിലൂടെ അല്ലാതെ, യേശുക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് സാധ്യമല്ല. അതാണ് യാഥാർത്ഥ്യം. നമ്മൾ വ്യക്തതയില്ലാതെ എന്ത് ചെയ്യരുത്? ദൈവത്തെ ആരാധിക്കരുത്. അതുകൊണ്ട് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചു: യേശു മൂലം നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനാവുന്നു. ഞാൻ മുഖാന്തരം അല്ലാതെ ആരും എന്ത് ചെയ്യുന്നില്ല, പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ദൈവസന്നിധിയിൽ ഒരാൾക്ക് എത്തണമെങ്കിൽ പുത്രൻ മൂലം മാത്രമേ സാധിക്കത്തുള്ളൂ. അത് പിതാവ് ഒരുക്കിയിരിക്കുന്ന രക്ഷണീയ മാർഗമാണ്. പിതാവാണ് പുത്രനെ അയച്ചിരിക്കുന്നത്. രക്ഷപ്പെടാൻ ഇതിലെ തന്നെ വരണമെന്ന് പറയുന്നത്. രക്ഷയ്ക്കുള്ള വഴി യേശു മാത്രമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നത്, ആരാധിക്കാൻ സാധിക്കുന്നത്, ദൈവത്തിന് നമുക്ക് ചെല്ലാൻ സാധിക്കും. അതേ ദൈവത്തെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവം എന്തെങ്കിലും മാനദണ്ഡത്തിൽ വ്യത്യാസം വരുത്തി കാണുമോ? ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാനും ആരാധിപ്പാനും മാനദണ്ഡത്തിൽ വലിയ വ്യത്യാസം വന്ന് കാണുമോ? കാണുമോ? നമ്മളൊക്കെ പറയുന്നു ദൈവം ആരാണ്? ദൈവം മാറ്റമില്ലാത്തവനാണ്, അല്ലേ? ദൈവം മാറ്റമില്ലാത്തവനാണെങ്കിൽ ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? ദൈവത്തിനടുത്ത് ചെല്ലാനുള്ള നിബന്ധനകൾക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? ഒരു മാറ്റം വന്നില്ല. അന്നും ദൈവം വിശുദ്ധൻ, ഇന്നും ദൈവം വിശുദ്ധൻ. അന്നും ദൈവത്തിനടുത്ത് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കാൻ ചെല്ലാൻ പറ്റത്തില്ല. അതിനാണ് ഈ യാഗങ്ങൾ, കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. എല്ലാം വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്, അല്ലേ? ഓരോ തരം പാപങ്ങൾക്ക് ഓരോ തരം യാഗങ്ങളാണ്. അതെല്ലാം കഴിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. ഒരു കുഷ്ഠരോഗി സൗഖ്യമായാൽ എന്ത് ചെയ്യണം? സൗഖ്യമായി എന്ന് പറഞ്ഞ് ഓടി എന്ത് ചെയ്യത്തില്ല? ആലയത്തിലേക്ക് ചെല്ലത്തില്ല. അതിന് സഭ എന്ത് ചെയ്തിട്ടുണ്ട്? സഭ മാനദണ്ഡം വെച്ചിട്ടുണ്ട്, കൽപ്പനയുണ്ട്. കുഷ്ഠരോഗി പുരോഹിതൻ്റെ അടുത്ത് കാണിച്ച് പുരോഹിതൻ പരിശോധിച്ച് അവനെ 7 ദിവസം എന്ത് ചെയ്തു? പ്രത്യേകമായി താമസിപ്പിച്ച് വീണ്ടും എന്ത് ചെയ്യുന്നു? ഒന്നോടെ നോക്കി ശുദ്ധിയുള്ളവനായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നില്ലേ? ക്രമമുണ്ട്, രീതികളുണ്ട്. അത് വിശുദ്ധീകരണത്തിലുള്ള രീതികളാണ്. വിശുദ്ധീകരണ മാനദണ്ഡം അന്നും ഇന്നും എന്നും ഒരുപോലെ. സംഗതി രീതികളല്ല, മാനദണ്ഡം അറിഞ്ഞ് വിശുദ്ധി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അന്നും വിശുദ്ധി പ്രധാനമാണ്, ഇന്ന് വിശുദ്ധി പ്രധാനമാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ മക്കൾ ആ വിശുദ്ധീകരണം യാഗങ്ങളോടെ പ്രാപിച്ചുവെങ്കിൽ നമുക്ക് ആ വിശുദ്ധി എങ്ങനെയാണ് കിട്ടുന്നത്? അവിടെയാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം പ്രാധാന്യം അറിയിക്കുന്നത്. യേശു എനിക്ക് വേണ്ടി യാഗമായി തീർന്നു എന്ന് നാം വിശ്വസിക്കുമ്പോൾ എൻ്റെ രക്ഷകനായി അവൻ മാറുകയാണ് ചെയ്യുന്നത്. അത് എന്നോടനുബന്ധിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധീകരണത്തിന് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് വളരെ ആവശ്യം. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് ജീവിക്കുന്നവനും കൽപ്പന വളരെ പ്രധാനപ്പെട്ടതാണ്. മറന്നു പോകരുത്. അവൻ എന്ത് ചെയ്യത്തില്ല? അവന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച മനുഷ്യന് എന്ത് ചെയ്യത്തില്ല? അവന് വേറൊരു ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല, വേറൊരു നാമത്തെ സ്തുതിക്കാൻ പറ്റത്തില്ല, മോഷണം ചെയ്യാൻ പറ്റത്തില്ല, മോഷ്ടിക്കാൻ ചെയ്യാൻ പറ്റത്തില്ല, മോഹിക്കാൻ പറ്റത്തില്ല, കള്ളസാക്ഷ്യം പറയാൻ പറ്റത്തില്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കും. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കേണ്ടവൻ ചെയ്യേണ്ട കാര്യമാണത്. അതിൽ നിന്ന് നമുക്ക് വിടുതലില്ല എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ ഈ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹം നടമേൽ എന്ത് ചെയ്യും? ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ മേഘമായി ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യത്തിൻ്റെ പുകയായി നമ്മൾ അനുഭവിക്കാനിടയായി തീരും. അതുമൂലം നമ്മൾ സന്തോഷമുള്ളവരായി കടന്നു പോകും എന്നുള്ള കാര്യം യാതൊരു സംശയവും. ഇതിന് നമ്മളിങ്ങനെ വായിച്ച് വരുമ്പോൾ അതിൻ്റെ അകത്ത് വളരെ വളരെ ശ്രദ്ധേയമായ കാര്യം എന്നുള്ളത്, ഈ ദൈവം പ്രത്യക്ഷപ്പെട്ട് സലോമോനോട് പറയുമ്പോൾ അനുഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ, 1000 തലമുറ വരെ അനുഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ അതിനോട് ചേർത്തൊരു കാര്യം പറയുന്നുണ്ട്. ഇത് വിട്ട് എൻ്റെ വചനം ത്യജിച്ചു പോയാൽ എന്താണ് ഫലം? ദൈവം എന്ത് ചെയ്യും? ദൈവവും മറന്നു. വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇന്നത് തന്നെ പറയുന്നത്, 21 തന്നെ പറയുന്നുണ്ട്. എന്നത് പറയുന്നത്, എൻ്റെ ഈ കൽപ്പനകൾ വിട്ട് പോയാൽ
എൻ്റെ ഹൃദയവും എൻ്റെ കണ്ണും ഒക്കെയും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതൊക്കെ ശരിയാണ്. അത് ദൈവത്തെ ആരാധിക്കാണ്ട് ഈ ഇഷ്ടം ചെയ്തു വരുന്ന ആൾക്കാരുടെ അത്രയും മാത്രമുള്ളൂ. അത് അവരെല്ലാവരും എന്നെ ത്യജിച്ചു പോയാൽ എന്ത് ചെയ്യും? ഞാനും എന്ത് ചെയ്യും? ഞാൻ ഈ ആലയം എത്ര മൗത്യമേറിയതാണെങ്കിലും എന്ത് ചെയ്യും? ഞാനും അതങ്ങ് മറന്നു പോകും, ത്യജിച്ചു പോകും. വളരെ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും ദൈവജനം അനുഷ്ഠിക്കാൻ പ്രമാണിപ്പാൻ നാം ബാധ്യപ്പെട്ടിരിക്കുന്നു, മറന്നു പോകാൻ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളെ കുടുംബമായിട്ട് CSയുടെ എല്ലാ ബിഷപ്പന്മാരും, 1-2 ബിഷപ്പന്മാരൊഴികെ ബാക്കി എല്ലാവരും തുർക്കി എന്ന് പറയുന്ന സ്ഥലത്ത് പോയത്, തുർക്കി രാജ്യത്ത് പോയത്, കോൺസ്റ്റാന്റിനോപ്പിൾ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് പോയിരുന്നു. വിസിറ്റിങ്ങിന് പോയ ഒരാഴ്ച. അവിടെ നമ്മൾ ഇവിടെ യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 1-2 സഭകൾ ഇരുന്ന സ്ഥലങ്ങൾ പോയി കാണാൻ ഇടയായി തീർന്നു. ലവോദോക്യ, സ്മുർന്ന, എഫെസോസ് തുടങ്ങിയ പ്രദേശങ്ങൾ പോയി. അവിടെ അന്ന് ആ സഭകളുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അന്ന് ചെന്ന് കാഴ്ച കഴിഞ്ഞാൽ എഫെസോസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഭയങ്കര കത്തീഡ്രൽ പള്ളി ഉണ്ടായിരുന്നു. അതിൻ്റെ തറ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്ത് ചെയ്തു പോയി? എല്ലാം നശിപ്പിക്കപ്പെട്ടു. ലവോദിക്കയിൽ പോയി. ലവോദിക്കയിലും എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ ഉണ്ടായിരുന്ന ദേവാലയം എന്ത് ചെയ്യും? നശിപ്പിക്കപ്പെട്ട് കിടക്കണം, എപ്പോഴും കിടപ്പണം. നാശാവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു കാലത്ത് ക്രിസ്ത്യാനികൾ 99% ഉണ്ടായിരുന്നിടത്ത് ഇന്ന് മുസ്ലിങ്ങളാണ് 99%. 1% ക്രിസ്ത്യാനികൾ. ഈ ലവോദിക്ക സഭയെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, നീ ശീതോഷണവാകനാകയാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വായിൽ നിന്നെ ഉമിണ്ണുകളയും, തള്ളിക്കളയുന്നു. അവിടെ പോയപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച ഞങ്ങളുടെ ഗൈഡും അതുപോലെ തന്നെ അവിടുത്തെ ഗൈഡും ഒരു പറയുണ്ടായി. അപ്പോൾ അവിടെ നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ സാധിക്കും. ഈ ലവോദിക്ക എന്ന് പറയുന്ന, എഫെസോസ് എന്ന് പറയുന്ന ആ ഭാഗത്തും ലവോദിക്ക എന്ന ഭാഗത്തും ഒരു ചെറിയൊരു മലയുണ്ട്. ആ മലയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നു. വെള്ളം ഒഴുകി വരുമ്പോൾ അവിടെ ചെറിയ തണുപ്പുള്ള വെള്ളമാണ്. താഴെ വരുമ്പോൾ അത് ചൂടാണ്. അപ്പം നമ്മൾ ശീതവാനുമല്ല ഉഷ്ണവാനും എന്ന് പറയുമ്പോൾ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാവുക എങ്ങനെയാണ് അതിൻ്റെ പശ്ചാത്തലം. ആ പശ്ചാത്തലമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കൃത്യമായി അനുസരിച്ച് അതിനെ മുറുകെ പറ്റി പോയി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? തള്ളിക്കളയും എന്നാണ് അതിൻ്റെ അർത്ഥം. വായിൽ നിന്ന് ഉമിണ്ണുകളെന്ന് പറയുന്നതാണ് അർത്ഥം. അക്ഷരാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അത് സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവിടെ വേദപുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. 7 സഭകൾക്ക് എഴുതുന്ന, ഞങ്ങൾ 3-4 സഭകൾ ഇരുന്ന സ്ഥലങ്ങളിൽ പോകാനായിട്ട് ഇടയായിട്ട് എന്താണോ അവിടെ പറഞ്ഞിരിക്കുന്നത് അത് അപ്രകാരം എന്ത് ചെയ്യുന്നു സംഭവിച്ചിരിക്കും. വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിരുന്നു. പക്ഷേ അതിലെന്ത് ചെയ്തു പോയി? ഒരുപക്ഷെ നമ്മൾ പറയാം, ലോകത്തിൻ്റെ ആ ഒരു പടയോട്ട കാലത്ത് അല്ലെങ്കിൽ യുദ്ധകാലത്ത് ഭൂകമ്പമായി ഇതെല്ലാം നശിച്ചു പോയെന്ന് പറയാം. എങ്കിലും ദൈവവചനം എന്ത് ചെയ്യുന്നു? നേരത്തെ അത് പറഞ്ഞിരിക്കുകയാണ്, നശിച്ചു. യെരുശലേം ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ അത് തന്നെയാണ് സലോമോനോട് പറയുന്നത്. ആദ്യത്തെ ദേവാലയത്തിന് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ നിങ്ങൾ തള്ളിക്കളഞ്ഞ, എൻ്റെ വചനത്തെ തള്ളിക്കളഞ്ഞ എന്ത് ചെയ്യും? ഞാനും നിങ്ങളെ, ഈ ആലയം എത്ര മഹത്വമേറിയതാണെങ്കിലും എന്ത് ചെയ്യും? ഞാൻ എന്നെ കടാക്ഷിക്കുകയില്ല. അതിനെ നമുക്കറിയാം അല്ലേ? യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ഓക്കെ, നമ്മളിന്ന് പാഠമായിട്ട് വായിച്ച ലേഖന ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ മന്ദിരം എന്ന് പറയും, ദൈവത്തിൻ്റെ ആലയം എന്ന് പറഞ്ഞ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? ആരാ ദൈവത്തിൻ്റെ മന്ദിരം? ആരാ ദൈവത്തിൻ്റെ ആലയം? ആരാ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും, നിങ്ങളാണ് ദൈവത്തിൻ്റെ മന്ദിരം, ഞാനാണ് ദൈവത്തിൻ്റെ മന്ദിരം. ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം വസിക്കുന്ന ഇടം. ദൈവം ഇവിടെ വസിക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവം എന്നിൽ വസിക്കുമ്പോൾ ഞാനാണ് ദൈവത്തിൻ്റെ മന്ദിരം. ദൈവത്തിന് വസിക്കണമെങ്കിൽ ആ വസിക്കുന്ന ഇടം എങ്ങനെയുള്ളതായിരിക്കണം? വിശുദ്ധമായിരിക്കും അല്ലേ? അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധരായിപ്പീൻ എന്ന് പറഞ്ഞിരിക്കും. ഓക്കെ, നമ്മൾ ഓരോ വർഷവും ഈ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ഈ പ്രതിഷ്ഠ നമ്മൾ കൊണ്ടാടുമ്പോൾ ദൈവത്തിനെ വായിക്കുകയും അതിലേക്ക് എന്ത് ചെയ്യുക? അതിലേക്ക് നമ്മൾ തിരികെ പോവുകയും ചെയ്യാമെന്നതിൻ്റെ അർത്ഥം. ആദ്യത്തെ നമ്മുടെ പ്രതിഷ്ഠയിലേക്ക് എന്ത് ചെയ്യുക? തിരികെ പോകുക. ദൈവമായുള്ള ബന്ധത്തിലേക്ക് നമ്മൾ തിരികെ പോവുക. അതാണ് പെരുന്നാൾ. അങ്ങനെ നമ്മൾ തിരികെ പോകുമ്പോൾ നമുക്ക് എന്തായിരിക്കും? നമ്മൾ പുതിയൊരു അനുഭവത്തിലാണ് ആണോ? സന്തോഷവും ആനന്ദവും നമ്മുടെ ഹൃദയത്തിലുണ്ടാകും എന്നുള്ള യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് ആയിത്തീരാൻ നമുക്ക് ഉത്സാഹിക്കാം. ഇവിടെ 7-ാം അധ്യായം, ദിനവൃത്താന്തങ്ങൾ 2-ാം പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നു. സന്തോഷവും ആനന്ദമുള്ളവരായി അവരുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. നമുക്കും ഈ പെരുന്നാളിന് ശേഷം സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ, സമാധാനത്തോടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. പുതിയ ജീവിതത്തിൽ തുടക്കം കുറിച്ചുകൊണ്ട് ഈ കഷ്ടമേറിയ, പ്രയാസമേറിയ, പലതരത്തിലായ വിശ്വാസത്തെ മുമ്പോട്ട് നയിക്കാൻ പ്രതിബന്ധങ്ങളുള്ള ഈ ലോകത്തെ ജീവിതത്തിലേക്ക് കടന്നു പോകാം. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാം. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.